എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മലബാറിലെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ കാലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. ഈന്തുപിടി. ഈന്ത് മരത്തിൻ്റെ കായ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടി കൊണ്ടാണ് നമ്മൾ ഈന്തുപിടി തയ്യാറാക്കുന്നത്. ഒരിക്കലെങ്കിലും എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് ഈന്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 2.5 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പം ഈ പൊടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ തന്നെ നമ്മളിതൊന്ന് വാട്ടിയെടുക്കണം. നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിയെടുത്ത് ചെറിയ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ച് പാകത്തിന് ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഏറ്റവും ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് നീട്ടി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. മൊത്തത്തിൽ പൊടി ഈ രീതിയിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതിന് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പെരുംജീരകവും കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ച് വെക്കുക. കൂടുതൽ തേങ്ങ വേണമെങ്കിൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി അതേപോലെ അടുത്തത് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് നല്ല ഇറച്ചിക്കറി. നല്ല ബീഫിൻ്റെ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ നിൽക്കട്ടെ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെന്തൂന്ന് മനസ്സിലാക്കാൻ ഇതൊന്ന് മേലത്തേക്ക് പൊന്തി വരും. നല്ലതുപോലെ തിളച്ച് മേലത്തേക്ക് ഇത് പൊന്തി വരും. ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റൊക്കെ തന്നെ എടുക്കുകയുള്ളൂ. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് നല്ലതുപോലെ വാർത്ത് വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തില്ല, വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള വാർത്തെടുത്തിട്ടുള്ള ഈന്തും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും ഒരു പിടി ചെറിയുള്ളിയും കൂടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈന്തുപിടി റെഡിയായി. ഇതിൻ്റെ കൂടെ കുറച്ച് കഞ്ഞിയും കൂടെ ഉള്ള ചൂടുള്ള കഞ്ഞിയും കൂടെ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്